ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നമ്മളുള്ളത് മൂന്നാറിലെ ജോർജിയൻ ഹോം സ്റ്റേയിലാണ്. 3 ദിവസത്തെ മൂന്നാർ ട്രിപ്പിന് വേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ 3 ദിവസത്തെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക. അതുപോലെ തന്നെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇത് നമ്മളുടെ മൂന്നാർ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ മോർണിംഗ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തു. അപ്പോൾ രാവിലെ തന്നെ നല്ല തണുപ്പായിട്ട് എൻ്റെ അനിയൻ മൂടി പുതച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കട്ടൻ ചായ കുടിച്ചിട്ട് തുടങ്ങാം. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഇട്ടതാണ് കേട്ടോ. ബാക്കിയുള്ള മോർണിംഗ് ഫുഡ് കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചു തരുമായിരുന്നു. അല്ലാതെ തലേ ദിവസം രാത്രി അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കി തന്നു. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോയെന്നുള്ളതിൻ്റെ വിശേഷങ്ങളോട്ട് പോവാം. ഇപ്പം നമ്മൾ ഇവരുടെ ജീപ്പിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഒരു വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് അധികം സ്ഥലങ്ങളുണ്ട്. ഈ കാണുന്ന ചെടി ഞാൻ ആദ്യം വിചാരിച്ചത് ആത്തക്കയില്ലേ നമ്മുടെ, അതാണെന്നാണ്. പക്ഷേ ഇതിൻ്റെ പേര് വന്നിട്ട് വേറെ എന്തോ ആണ്. എന്നാൽ കണ്ട ആത്തക്ക പോലെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ഇത് ചെറിമോയാന്ന് പറഞ്ഞിട്ടൊരു ചെടിയാണ് കേട്ടോ. ഇവിടെ കാണാനായിട്ട് ഇവർ ചാർജ് ചെയ്യുന്നത് 20 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. ഈ റോസാപ്പൂക്കളുടെ ഇടയിൽ കാണുന്നത് സബർജില്ലയാണ് കേട്ടോ. ആപ്പിൾ പോലത്തെ വേറൊരു സാധനമില്ലേ, അതാണ് സബർജില്ലിയാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട ഫ്രൂട്ട് സബർജില്ലി, പിന്നെ കുറച്ച് റോസാപ്പൂക്കളും, പിന്നെ കുറേ വെറൈറ്റി പൂക്കളും. ഇത് കണ്ടോ, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനം. പക്ഷേ ഇത് എന്തുവാണെന്ന് ഒരു പിടുത്തമില്ല. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. നെക്ടറൈനോ ഇതിൻ്റെ ആണോ? ഓ. പിന്നെ അതേ കുറേ കളർഫുൾ ആയിട്ടുള്ള ചെമ്പരത്തി പൂക്കൾ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്നു പോയപ്പം ആപ്പിൾ മരം കണ്ടു. പക്ഷേ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. അത് അവർ മറച്ച് വെച്ചിരിക്കുകയാണ്, കാരണം അതിനകത്തൊരു ചെറിയ ആപ്പിൾ വളർന്നു വരുന്നുണ്ട്. സോ അതുകൊണ്ട് അവർ നെറ്റിട്ട് വെച്ചേക്കുവാണ്. പിന്നെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ പൈനാപ്പിൾ, പേരയ്ക്ക, അതുപോലെ തന്നെ വാൾനട്ടിൻ്റെ മരം, അതുപോലെ പോമോഗ്രാനൈറ്റ്, ഇതുപോലെ കുറേ വെറൈറ്റി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളെയും കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു വെറൈറ്റി വാഴ. ഇവൻ തല തിരിഞ്ഞവനാ കേട്ടോ. നേരെ വളരേണ്ടവൻ തല തിരിഞ്ഞാണ് വളരുന്നത്, മുകളോട്ടാണ് വളരുന്നത്. ഇനി കുറച്ച് ദൂരം അങ്ങോട്ട് പോകുന്നത് ഈ സൈഡിൽ കാണുന്നതെല്ലാം കുറച്ച് ആപ്പിൾ മരങ്ങളും പിന്നെ ഓറഞ്ച് മരങ്ങളുമാണ് കേട്ടോ. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫാഷൻ ഫ്രൂട്ട് കണ്ടു കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ തണ്ണിമത്തനില്ലേ, ചെറിയ തണ്ണിമത്തൻ്റെ ഷേപ്പിലിരിക്കുന്ന സാധനമാണ്. പക്ഷേ അത് ശരിക്കും ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ടൈപ്പാണ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് തണ്ണിമത്തൻ എന്താ മരത്തിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ. ഇപ്പം നമ്മൾ കാണുന്നത് ഓറഞ്ച് മരങ്ങളാണ്. വിളഞ്ഞത് 1-2 എണ്ണേ ഉള്ളൂ, ബാക്കിയെല്ലാം പച്ചയാണ്. ചിലതിലൊന്നും ഇല്ല, കായ്ച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് അവക്കാഡോ മരം കണ്ടു. അവക്കാഡോയും ഉണ്ട്, വിളഞ്ഞിട്ടില്ല, നല്ല പച്ച കളറിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 നിൽപ്പും. പിന്നെ കുറച്ചുകൂടെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയെ കണ്ടു. പുള്ളിക്കാരി നമുക്ക് എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ചെടികളുണ്ട് എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇത് ബ്ലാക്ക് സപ്പോട്ട, ഇത് മുസാണ്ടിയ, ഇതെല്ലാം ഓറഞ്ച്, ഇതെല്ലാം ബ്ലാക്ക് ബെറിയ. അതേ അല്ല അവക്കാട് ഉണ്ട്, കാച്ചവി, വൈറ്റ് സപ്പോട്ട എല്ലാം ഉള്ളതാ. 5 ഏക്കറിൽ ഉണ്ട്. ഇപ്പം ഇല്ലാത്ത സമയം. ഇപ്പോൾ വൈൻ മാത്രം വെച്ചിരിക്കും, ബ്ലാക്ക് ബെറി വൈനായിട്ട്. അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കും. കേസിനൊക്കെ തരും, നമുക്ക് കേസിന് വെച്ച് വേണമെങ്കിൽ മേടിക്കാം. അതെ, അത് പളവിൻ്റെ കിലോ 1000, വൈന് 1400 1 ലിറ്റർ. കേസിനൊക്കെ തരും 1 ലിറ്റർ. 6 ലിറ്ററോ 4 ലിറ്ററോ മേടിക്കാം. അതെ, ഫ്രൂട്ട്സ് മാത്രം, ഒന്നും കലക്കല്ല. കേസിനൊക്കെ തരും, കേസ് നോക്കിയിട്ട് മേടിക്കാം. പണിക്കൂർ 9 മണി തൊട്ട് 6 മണി വരെ കോഴി 350. സാപ്പാട് നമ്മൾ കൊണ്ടുവരും. ചായ മുട്ട 350. 9 മണി തൊട്ട് 6 മണി. പുല്ല് പറിക്കുന്നു, ചാണകപ്പൊടി ഇടുന്നു, ആൾക്കാരെന്നെ കാണിക്കുന്നു. 350 ഭക്ഷണം നമ്മൾ കൊണ്ടുവരുന്നു. ചായ മുട്ട പണി വന്ന പൈസ അവരിലാണ്. ഇത് ആപ്പിളാ പറഞ്ഞു നമ്മൾ നാട്ടുകാരെല്ലാം വിളിച്ചത്. അതാ കണ്ടോ, ഇത് അവയ്ക്കാണോ? അവിടെ കയറി താറത്ത് പൊട്ടത്തോ അപ്പുറത്ത്
സിൻഡറ്റിലോട്ട് പോകും നമ്മളെ സിൻഡറ്റിലോട്ട്. ടേസ്റ്റ് പേരക്കയുടെ ടേസ്റ്റ്, പക്ഷെ വലിപ്പം ഇച്ചിരി കാണാൻ പറ്റും, ഇത് എടുക്കാൻ പറ്റും.